രുദ്രംബായിയാണ്. നമസ്കാരം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ മൃത്താന ഭക്തിഹീന നാരായണ യതീന്ദ്രായ തത്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു പരബ്രഹ്മമൂർത്തിയായിട്ട് കുമാരനാശാൻ പ്രധാന ശിഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയുകയും അദ്ദേഹത്തെ ഗുരുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന മൂർക്കോത്ത് കുമരൻ്റെ നാരായണ ഗുരുസ്വാമികൾ എന്ന ചരിത്ര പുസ്തകത്തിൽ ജീവചരിത്രത്തിൽ പുറം പേജ് 79 തന്നെ എഴുതിയിരിക്കുന്നൊരു വലിയ വിഷയം, നാരായണ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഹിന്ദുമതത്തിൻ്റെ ഒരു വിശിഷ്ട സന്താനമായ ശ്രീനാരായണ ഗുരുസ്വാമികളെന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ന് ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ശിഷ്യഗണങ്ങൾക്കോ നാരായണീയർക്കോ പ്രശ്നമില്ല. ഇന്ന് എന്തെന്തോ എത്രത്തോളം ഏതെല്ലാം തരത്തിലാണ് ഗുരുവിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. മതവൽക്കരിക്കുകയല്ല, രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതയുണ്ട്. ഗുരു ഉൾപ്പെടെയുള്ളവർ ഹിന്ദു മതത്തിനെ നിലനിർത്തിയവരാണ്. അവരാണ് ഹിന്ദു മതത്തെ പരിഷ്കരിച്ചത്. ഗുരു മാത്രമല്ലല്ല, വിവേകാനന്ദ സ്വാമികളും പറഞ്ഞത് ഭ്രാന്തന്മാരുടെ നാടാണെന്നാണ് പറഞ്ഞത്. കേരളത്തെ കണ്ടിട്ടാണ് പറഞ്ഞത്. അത് മലബാറിനെ കണ്ടിട്ടാണ്. അവിടെ ഒരു പ്രത്യേക മതം, ഇസ്ലാമിക മതത്തിൻ്റെ കടന്നുകയറ്റവും അവിടുത്തെ വളർച്ചയും അവിടുത്തെ ഒരു ഫാസിസ്റ്റ് സമീപനവും മനസ്സിലാക്കി ആ കാലഘട്ടത്തിൽ സവർണരായ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അവർണരെ അടിച്ചമർത്തുന്നത് കണ്ടിട്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഇത് നാട് ഭ്രാന്താലയം എന്ന് പ്രഖ്യാപിച്ച. ആ നാട് ഭ്രാന്താലയത്തിനെ തീർത്ഥാടനമാക്കിയാണ് നാരായണ ഗുരുസ്വാമി. നാരായണ ഗുരുസ്വാമി എഴുതിയ 54 പരം കൃതികളെല്ലാം ഹൈന്ദവ സ്തോത്രങ്ങളല്ലേ, ദേവി സ്തോത്രങ്ങളല്ലേ, ദേവസ്തോത്രങ്ങളല്ലേ. എത്രയോ ബൃഹത്തായ രീതിയിൽ ഹൈന്ദവ ജ്ഞാനമണ്ഡലത്തെയാണ് പരിഷ്കരിച്ചത്. ശങ്കരന് മറുപടി കൊടുത്തു, ഗാന്ധിക്ക് മറുപടി കൊടുത്തു, ടാഗോറിന് മറുപടി കൊടുത്തു. വന്നവരെല്ലാം ഗുരുവിനെ ഹിന്ദു മതത്തിൽ നിന്നും ഏതെല്ലാം തരത്തിൽ അളന്നു ഒരു കോലോട് അവരുടെതെല്ലാം വഴിക്ക് ഗുരുവിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയവരെല്ലാം ഗുരു പരാജയപ്പെടുത്തിയിരുന്നു. അതെല്ലാം ഹൈന്ദവ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സനാതന ധർമ്മം എന്താണ് എന്നതിൻ്റെ ഒന്നും നശിക്കാത്തത്, എന്നും നാശമില്ലാതെ നിൽക്കുന്നതെന്നാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. ആ സനാതന ധർമ്മത്തെ ഗുരു അവസാനമെങ്കിലും സമാധിക്ക് മുമ്പ് 1 വർഷം മുമ്പ് തന്നെ പള്ളുരുത്തിയിൽ SNDP 1916 രാജിവെച്ച് ജാതീയന്മാരായ കൊടും ക്രൂരർ അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹത്തെ ജാതിയിൽ കുരുക്കിടാൻ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർ പൽപ്പു ഉൾപ്പെടെയുള്ളവരുടെ നിഗൂഢ ബുദ്ധിയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഗുരു 1916 ജാതി വിളംബരം നടത്തിയത്. അഥവാ പ്രത്യേക ഒരു ജാതി അദ്ദേഹത്തെ തകർക്കാനും അദ്ദേഹത്തെ പിടിച്ചടക്കാനും ശ്രമിക്കുന്നത് ഗുരു തന്നെ കണ്ടെത്തിയിട്ടാണ്. ഗുരു ഈ ഈഴവ സമുദായം എന്ന് പറഞ്ഞ പ്രത്യേക നിരവധി ജാതികൾ കൂടിയ പണിക്കർ സമുദായം തൊട്ട് ചാന്നാർ തൊട്ട് തണ്ടാർ തൊട്ട് വാത്തി തൊട്ട് അങ്ങനെ നിരവധി ജാതി 34 ജാതികളോളം ഉണ്ട് ഈ ഈഴവരെന്ന് പറഞ്ഞാൽ. ഈഴവരെന്ന് പറഞ്ഞാൽ ഒരു ജാതിയേ അല്ല, അത് ഈഴത്തുനിന്ന് വന്ന 3-4 സന്യാസികൾ ബുദ്ധധർമ്മം കേരളത്തിൽ പ്രവർത്തിക്കാനും അതിൻ്റെതായ ഒരു ലോകം സൃഷ്ടിക്കാനും ശ്രമിച്ചപ്പോൾ ഗുരു തിരിച്ചറിയുകയും ഗുരുവിന് മുമ്പ് തന്നെ ശൈവ സംസ്കാരം അയ്യ വൈകുണ്ഠ സ്വാമികളൊക്കെ ഈ ബുദ്ധമതത്തെ തകർത്തിവിടെ എടുത്ത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞതാണ്. ഒരു തെളിവുകളില്ല. ബുദ്ധൻ്റെ ചരിത്രം എഴുതിയവരെല്ലാം ഈ ദ്രാവിഡരുടെ മുത്തപ്പന്മാരുടെ ചരിത്രങ്ങളിലെ ബന്ധപ്പെടുത്തിയും അവരുടെ ബിംബങ്ങൾ അവശേഷിക്കുന്ന ബിംബങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ബുദ്ധൻ്റെ അവശേഷിപ്പാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ ദളിതരോട്, പിന്നോക്കക്കാരോട്, കറുത്ത വർഗ്ഗക്കാരോട് ചെയ്യുന്ന സവർണ ക്രിസ്ത്യാനിയായ ബുദ്ധിജീവികളുടെ യുക്തിവാദികളുടെ ഇടതുപക്ഷ തലത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദ്രാവിഡരെ, കറുത്ത വർഗ്ഗക്കാരെ അവരുടെ സ്വത്വം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ എന്തിനാണ് ഉണ്ടാകുന്നത്? എങ്ങനെ ഇടതുപക്ഷം തന്നെ മാർക്സിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകുന്നത് ആര്യ നമ്പൂതിരികളായ EMS VT പട്ടതിരിപ്പാടും അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നിഗൂഢതയാണ്. പൊളിറ്റ് ബ്യൂറോ പോലും ഒരു 18 അംഗത്തിൽ ഒരു ദളിതനും അടുത്തെടുക്കുകയാണ് ഒരു ആൾക്കൊരു ചാൻസ് ഉണ്ടായത്. അപ്പോൾ ദളിതർക്ക് പോലും അവകാശങ്ങളില്ല, പിന്നോക്കക്കാർക്ക്, ആദിവാസികൾക്ക് ആ സ്ഥാനമില്ലാത്ത ഇടതുപക്ഷ ചരിത്രകാരന്മാരോടൊപ്പം കുറച്ച് സുഡാപ്പികളുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രമായിട്ട് ബന്ധമുള്ള ഒരുപാട് പേരുടെ ധനശേഷിയും അവരുടെ സൈദ്ധാന്തിക നിലവാരത്തിൽ അവർ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആ വാട്സപ്പ് മെസ്സേജുകളൊക്കെയാണ്
ഇന്നത്തെ ദളിതരും അല്ലെ ബുദ്ധിസ്റ്റുകളും അല്ലെ അംബേദ്കറിസ്റ്റുകൾ പോലും പാടിപ്പുകഴ്ത്തുന്നത്. അത് അവർക്ക് തന്നെ നാശമാണെന്ന് അറിയുന്നത്. ദളിതർ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ള കുറവ് സമുദായത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിനും നേരത്തെ ഇവിടുത്തെ ദളിത് മൂവ്മെൻറ്റുകളൊക്കെ എനിക്ക് ഒരുപാട് പേരെ തിരിച്ചറിയാം. അതിൻ്റെ നേതൃത്വത്തിരിക്കുന്ന അവരെല്ലാം പലരും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഫണ്ട് മേടിച്ച ചരിത്രങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും ഈ ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവർ അവരെല്ലാം ചെയ്യുന്നത് സ്വന്തം അസ്തിത്വം നശിപ്പിക്കലാണ്. അതിന് പ്രധാന കാരണം പറഞ്ഞു തരാം. ഇപ്പോൾ ഇളയടത്തായാലും ശ്യാംകുമാർ ആയാലും ഇടതുപക്ഷത്തോട് ചേർന്നോ അല്ല ചൂടാപ്പികളുടെ ഫണ്ട് മേടിച്ചുകൊണ്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ അവരുടെ സ്വത്വം ഈ കറുത്തവൻ്റെ ദ്രാവിഡൻ്റെ സ്വത്വബോധമാണ് നശിപ്പിക്കുന്നത്. ഗുരുവിനെ എത്രത്തോളം ഇകഴ്ത്തി അല്ലെ ഗുരുവിൻ്റെ ചരിത്രങ്ങൾ ഇവരാരാണ് ഗുരുവിനെക്കുറിച്ച് പറയാൻ? ഇവർക്ക് എന്ത് ചരിത്രമാണ് ഗുരുവിനെക്കുറിച്ച് അറിയാവുന്നത്? ഗുരുവിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാത്തവരാണ്. ഗുരുവിനെ ശരിയായ രീതിയിലൊന്നും ആരാധിക്കാത്തവരാണ്. ഗുരുവിനെ അംഗീകരിക്കാത്തവരാണ്. ഗുരുവിനെ പിന്നെ എന്തിനാണ് ഇവരുടെ പക്ഷം ചേർക്കുന്നത്? ഇവർക്ക് പല പല നിഗൂഢമായ ലക്ഷ്യമാണ്, സ്വാർത്ഥ താല്പര്യങ്ങളാണ്. സമ്പത്ത് കൈവശപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിഗൂഢമായ ഒരു ദാർശനിക തലം, ഹൈന്ദവ വിരുദ്ധമായ ദാർശനിക തലം നടത്തുമ്പോൾ അവർ ചിന്തിക്കേണ്ടത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും ആര്യമതത്തിൻ്റെ അല്ല, ദ്രാവിഡരുടെയാണ്. ഓങ്കാരം പോലും ദ്രാവിഡ മന്ത്രങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഇവിടുത്തെ വേദോപനിഷത്തുകൾ എല്ലാം ഉണ്ടാക്കിയത് ഇന്ന് ദളിതരാക്കപ്പെട്ട ദ്രാവിഡരാണ്. ആ ദ്രാവിഡര ചരിത്രം നമ്മൾ ഒരുപാട് ഇടതുപക്ഷ ചരിത്രകാരന്മാർ പോലും പറയുന്നത് വായിക്കാനെങ്കിലും നമ്മൾ കണക്ക് കൂട്ടണം. കാരണം എന്ന് പറഞ്ഞാൽ ദമീല ദാപ്പറിൻ്റെ ആര്യദ്രാവിഡ സംവാദത്തിൽ പോലും പറയുന്നത് ഈ ശൈവ വിശ്വാസികളായ കറുത്തവർ ദ്രാവിഡരാണ് ഈ ബുദ്ധമതത്തെയും ജൈനമതത്തെയും സവർണരാൽ രൂപപ്പെട്ടതിനാൽ അവരെ തകർക്കാൻ വേണ്ടിയാണെന്നറിഞ്ഞിട്ട് നശിപ്പിച്ചത്. അത് ഇന്ത്യ ചരിത്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രബോധമുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിന് ഗുരുവിനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രം സങ്കുചിതമായി സ്വാർത്ഥ താല്പര്യത്തിന് രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു സ്തോത്രം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ദർശനമാല ഇവർ വായിച്ചിട്ടുണ്ട്. ദർശനമാല സനാതന ധർമ്മമാണ്, ഗീതോപദേശം തന്നെയാണ്. അത് ആധികാരികമായി ഞാൻ പറയാൻ കാര്യം എത്രത്തോളം ഞാൻ ഗുരുദേവനെക്കുറിച്ചുള്ള നിരീക്ഷണവും ഗുരുദേവൻ്റെ കൃതികൾ മനസ്സിലാക്കിയതും ഗുരുദേവനെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാർസിസത്തെ പോലെ ഗൗരവമായി കണ്ടതുകൊണ്ട് തന്നെയാണ് ഗുരുവിനെക്കുറിച്ച് തന്നെ 4-5ഓളം പുസ്തകം എനിക്ക് എഴുതാൻ പറ്റിയത്. അപ്പോൾ ആ ഗുരുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന മൂർക്കോത്ത് കുമാരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ ആ പേജിൽ 79ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ ഹിന്ദുസ്ഥാനിൻ്റെ ഒരു പ്രധാനിയാണ്, ഹിന്ദു രക്ഷകനായിട്ടാണ് ആ പേജിൽ അദ്ദേഹം മൂർക്കോത്ത് കുമാരൻ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരു 1927 സമാധിക്ക് മുമ്പ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും. ഈ SNDP 1916 നിന്ന് പിരിഞ്ഞു കഴിഞ്ഞ് ഗുരു നടത്തിയ ഒരുപാട് പ്രസ്താവനകൾ പ്രധാനം സനാതനധർമ്മം നശിക്കരുതെന്ന് ഉദ്ദേശശുദ്ധിയോടുകൂടി 1927 പള്ളുരുത്തി വെളിയിൽ നടത്തിയ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാകണമെന്നും അതൊരു പ്രത്യേക മതമല്ലെന്നും ഹിന്ദു ഒരു മതമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഗുരു മാത്രം പറഞ്ഞതല്ലല്ലോ, ലോകത്തെല്ലാവരും ഏത് ഗ്രന്ഥത്തിലാണ് ഹിന്ദു എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ ഹിന്ദു മതമല്ല, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിനെ നശിപ്പിക്കാതിരിക്കാൻ, അതിലെ ധർമ്മങ്ങളെ രക്ഷിക്കാൻ, ആ ധർമ്മങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്ന സനാതന ധർമ്മമാണെന്നുള്ള ഒരു വസ്തുനിഷ്ഠ ഒരു ഭൗതികവും ആത്മീയവുമായ തലം നിലനിൽക്കുമ്പോൾ അതിനെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള പുതിയൊരു കാൽവയ്പ് ഗുരുദേവനെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഗുരുദേവനെ ജാതിവൽക്കരിപ്പിക്കാനുള്ള ഭാഗമാണ്. ഗുരുദേവനെ സൈന്ധവമായ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശൈവവിശ്വാസങ്ങളിൽ അന്തർലീനമായി രൂപപ്പെടുത്തിയ ഇന്നും ശിവഗിരി എന്നും അവിടെ ആ ശിവഗിരി മഠത്തോട് ബന്ധപ്പെട്ട് ഹൈന്ദവ സന്യാസമാ അല്ലാതെ ഗുരു എന്താണ് ചെയ്തിരിക്കുന്നത്? പാതിരിയുടെ പട്ടമാണ് അവിടെ കൊടുക്കുന്നത്. പള്ളിയിൽ അച്ഛനാക്കാനാണ് ശിവഗിരി മഠം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ശിവഗിരി മഠത്തിൽ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഗുരുദേവൻ തന്നെ മതപരിവർത്തനം ചെയ്ത് സന്യാസിയായി കാന്തസ്വാമിയാക്കിയെന്ന കാതറിൻ്റെ കഥയെങ്കിലും മനസ്സിലാക്കൂ. ഗുരുവിൻ്റെ ശിഷ്യനായ ഇദ്ദേഹത്തെ ചിന്നസ്വാമിയെ കൊണ്ട് ഗുരു എഴുതിപ്പിച്ച മതരസവാദം എങ്കിലും വായിക്കുക.
ഗുരു എത്രത്തോളം മതപരിവർത്തനത്തിനെതിരായിരുന്നു, സെമിറ്റിക് മതങ്ങൾക്കെതിരായിരുന്നു എന്ന് പറയുമ്പോഴും ഗുരു സമുന്നയ മതമാണ്. ഇസ്ലാം മതമായാലും ക്രൈസ്തവ മതമായാലും ബുദ്ധമതവും സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് 1927 പറഞ്ഞത് എങ്കിലും മനസ്സിലാക്കി ആ സമാധിക്ക് അദ്ദേഹത്തിന് സമാധാനം കൊടുക്കുക. അദ്ദേഹം അതോടൊപ്പം തന്നെ നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠയല്ല, ഓങ്കാരത്തിലല്ലേ. ഒരു സ്ഥലത്തും കുരിശ് വരച്ചില്ലല്ലോ, ഒരു സ്ഥലത്തും ചന്ദ്രക്കല വരച്ചില്ലല്ലോ. ഒരു പുസ്തകം പോലും മുസ്ലിങ്ങളെക്കുറിച്ചോ ക്രിസ്ത്യാനിയെക്കുറിച്ചോ വൈദേശികമായ ഒരു പ്രത്യയശാസ്ത്രത്തെയും ഗുരു അംഗീകരിച്ചതായ ഒരു ചരിത്രമേ ഇല്ല. ഗുരു ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സെക്കുലറിസമാണ് നടപ്പാക്കിയത്. അതുകൊണ്ട് സനാതനധർമ്മം ഗുരുവിൻ്റെ ധർമ്മമാണെന്ന് അദ്ദേഹത്തിൻ്റെ ദർശനമാലയെങ്കിലും വായിച്ച്, അല്ല അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക വീക്ഷണവും ഹൈന്ദവ മതത്തിലെ ജാതിരഹിതമായ ഒരു ഹൈന്ദവ ധർമ്മം, സനാതനധർമ്മം കൊണ്ടുവരാനാണ് അദ്ദേഹം പരിശുദ്ധമായ ഒരു ഹിന്ദുമതത്തെക്കുറിച്ച് ഗുരുവിനുള്ള ആഴത്തിലുള്ള അറിവ് ഗുരുവിൻ്റെ കൃതികളിൽ തന്നെ ഉണ്ടെന്നുള്ള തെളിവ് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിനെ ശരിയായ അർത്ഥത്തിൽ പുതിയ സമൂഹം വിലയിരുത്തേണ്ടതാണ്.